ലിവർപൂളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്റ്റൽ പാലസ് അവർ കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് ആയി മാറിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് പ്രീവിയസ് പ്രീമിയർ ലീഗ് ചാമ്പ്യൻസും FA കപ്പ് ചാമ്പ്യൻസും തമ്മിലുള്ളൊരു പോരാട്ടം, അതായിരിക്കും അതിൻ്റെ ഫൈനൽ. അവർ തമ്മിലായിരിക്കും അതിൻ്റെ ആ ഒരു ഫൈനൽ വരിക. അതിലെ വിന്നേഴ്സ് ആയിരിക്കും കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് ആവുക. കഴിഞ്ഞ സീസണിലെ FA കപ്പ് വിന്നേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ പാലസ് ആണ്. നമുക്കറിയാം പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റിയെ 1-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തി അവർ കാലങ്ങൾക്ക് ശേഷം ഒരു കപ്പ് അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ സീസണിലെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ലിവർപൂളാണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർ നല്ല ടീമായിരുന്നു. ഒരു അൺബിലീവബിൾ റണ്ണോട് കൂടി പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയി. പക്ഷേ ആ ഒരു പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ഈ ഒരു ക്രിസ്റ്റൽ പാലസിനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു മാച്ചിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എന്താ പറയുക, ഈ ഒരു മാച്ച് ഭയങ്കര അടിപൊളിയായിട്ട് തന്നെയാണ് ഈ ഒരു മാച്ച് തുടങ്ങിയത്. അതായത് ലിവർപൂൾ ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലപോലെ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂഗോ എക്കിതിക്ക ആയാലും കെർക്കസ് ആയാലും ഫ്രംപോങ് ആയാലും ഫ്ലോറിയാൻ വിഡ്സ് ആയാലും ഇവർക്കൊക്കെ 4 പേർക്കും നല്ലൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അത് വേറെ കാര്യം, അതല്ല ഞാൻ പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫേഴ്സ്, അവരുടെ പുതിയ ട്രാൻസ്ഫേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അവരെല്ലാവരും ഇറക്കിയിട്ടുണ്ട്. കെർക്കസ് ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്, ബേൺമൗത്തിൽ നിന്നും കൊണ്ടുവന്ന്. ഫ്രംപോങ്ങിനെ റൈറ്റ് ബാക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഫ്ലോറിയാൻ വിഡ്സിനെ ഒരു പ്ലേ മേക്കർ റോളിൽ, സ്ലോട്ട് എന്താണോ പറഞ്ഞത് ആ ഒരു റോളിൽ തന്നെ പ്ലേ മേക്കർ റോളിൽ വിഡ്സിനെ ഇറക്കിയിട്ടുണ്ട്. സ്ട്രൈക്കറായിട്ട് ഹ്യൂഗോ എക്കിതിക്കയായിരുന്നു. ഓക്കെ, 4 പേരും ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫേഴ്സായി പുതിയ ട്രാൻസ്ഫേഴ്സ് എല്ലാവരും നല്ല ഫോമിലാണ് കളിച്ചത്. ഫ്ലോറിയാൻ വിഡ്സിന് ഒരു അസിസ്റ്റ് ഉണ്ട്, ഹ്യൂഗോ എക്കിതിക്കയ്ക്ക് ഒരു ഗോളുണ്ട്, പിന്നെ അതുപോലെ ഫ്രംപോങ്ങിന് ഒരു ഗോളുണ്ട്, ഒരു കിടിലൻ ഗോളുണ്ട്. കളി കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കിടിലൻ ഗോളിനായിരുന്നത്. കെർക്കസ് ആയാലും നല്ല ഫോമിലാണ് കളിച്ചത്. അദ്ദേഹം പ്രോപ്പറായിട്ട് അത്യാവശ്യം നല്ല ഡിഫെൻഡ് ചെയ്തിട്ട് തന്നെയാണ് കെർക്കസ് കളിച്ചിട്ടുള്ളത്. പിന്നെ 86-ാം മിനിറ്റിൽ അദ്ദേഹത്തെ സബ് ചെയ്ത് മറ്റേ റോബർട്ട്സനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവർ പുതിയ ട്രാൻസ്ഫേഴ്സ് എല്ലാവരും കളിച്ചു. പഴയവന്മാരാണ് കഴിഞ്ഞ ഈ ഒരു FA കപ്പ് അല്ല, സോറി, ഈ ഒരു കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ പഴയവന്മാരാണ് മൊണ്ണകൾ. എന്ത് ചെയ്യാനാ, അവന്മാരാണ് മോശമായിട്ട് കളിച്ചത്. ഞാൻ അത് എൻ്റെ ഒരു സങ്കടം കൊണ്ട് പറയട്ടെ. എൻ്റെ ഫേവറേറ്റ് ടീമാണ് പ്രീമിയർ ലീഗിലെ ലിവർപൂൾ എന്ന് പറയുന്നത്. അവരിങ്ങനെ പരാജയപ്പെട്ടപ്പോൾ ഒരു സങ്കടം കൊണ്ട് ഞാൻ പറയണം. അതായത് എന്താ പറയുക, മുഹമ്മദ് സാലയൊക്കെ കഴിഞ്ഞ മാച്ചിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത്. ആ പെനാൽറ്റി കണ്ടവർക്ക് അറിയാം, ബാറിൻ്റെ മുകളിൽ കൂടെ പറത്തി വിട്ടിട്ടുണ്ട് ഫസ്റ്റ് പെനാൽറ്റിനെ. ലിവർപൂളിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെ കളഞ്ഞിട്ടുണ്ട്. ലിവർപൂൾ മോശമായിട്ട് കളിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. സ്ലോട്ടിനുള്ള ലിവർപൂൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു നോക്കൗട്ട് മാച്ചിൽ ഒരിക്കലും ഇങ്ങോട്ട് ഗോൾ കൺസീഡ് ചെയ്യാത്ത രീതിയിലുള്ളൊരു കളിയും കൂടെ വരണം. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക, ക്രിസ്റ്റൽ പാലസ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് അവർ പെനാൽറ്റിയിലൂടെയാണ് ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത്. വിർജിൽ വാൻ ഡൈക്ക് ആ ഒരു ബോക്സിൻ്റെ എഡ്ജിൽ ഒരിക്കലും അങ്ങനത്തെ ഒരു ഫൗൾ വെക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ആക്സിഡൻ്റലാണ്, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിർജിൽ വാൻ ഡൈക്ക് അത് സൂക്ഷിക്കണമായിരുന്നു. ഓഫ്കോഴ്സ് സൂക്ഷിക്കണമായിരുന്നു. വിർജിൽ വാൻ ഡൈക്കിൻ്റെയൊക്കെ റേറ്റിംഗ് എടുത്ത് നോക്കിയാൽ മതി. സോഫാ സ്കോർ 5.9 കൊടുത്തിട്ടുള്ളത് വിർജിൽ വാൻ ഡൈക്കിന്. അത്രയും മോശം പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു പെനാൽറ്റിയും കൺസീഡ് ചെയ്തു. ഒരു കാര്യമില്ലാത്തൊരു പെനാൽറ്റിയും കൺസീഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ ആദ്യം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഹ്യൂഗോ എക്കിതിക്ക. അതായത് ഫ്ലോറിയാൻ വിഡ്സിൻ്റെ അസിസ്റ്റിൽ നമ്മൾ ഹ്യൂഗോ എക്കിതിക്ക ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഒരു കിഡിലും ഗോൾ സ്കോർ ചെയ്തു. ആ ഗോൾ കണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കിഡിലും ഗോൾ. റൈറ്റ് ഫുട്ട് കൊണ്ട് ഒരു ഗ്രൗണ്ട് കേർവിംഗ് ഷോട്ട്. ഓക്കെ, ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ഹെൻഡേഴ്സൺ ബീറ്റണപ്പായി. ഓക്കെ, അദ്ദേഹം ബീറ്റണായി, ഗോളായി. 1-0 എന്നുള്ളൊരു സ്കോറിന് മുന്നിലെത്തി. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ആ ഒരു വിർജിൽ വാൻ ഡൈക്കിൻ്റെ ഒരു മിസ് വരുന്നത്, ഒരു മിസ് ടാക്കിൾ. ഓക്കെ, അത് വളരെ പ്രോപ്പറായിട്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ പെനാൽറ്റി ടേക്കറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സാറല്ല, അവരുടെ ആ ഒരു മെയിൻ സ്ട്രൈക്കർ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും അദ്ദേഹം ആ ഒരു ഗോൾ വളരെ നീറ്റായിട്ട് ഉള്ളിലോട്ട് ഇട്ടു. അങ്ങനെ 1-1 സ്കോറായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫ്രംപോങ് ഒരു കിടിലം ഗോൾ സ്കോർ ചെയ്തു. അത് ആക്ച്വലി അദ്ദേഹം ക്രോസ് ചെയ്തതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അദ്ദേഹം ആ ഒരു റൈറ്റിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ക്രോസ് ചെയ്ത പോലെ ഒരു ബോൾ കൊടുത്തു. ഞാൻ നോക്കിയപ്പോൾ അത് ഉള്ളിലെത്തിയിട്ടുണ്ട്. അത് കളി ഇതാക്കി മനസ്സിലാവും. അതായത് എനിക്ക് തോന്നുന്നു അദ്ദേഹം സലക്കത് പാസ് ചെയ്തതാണ്, ഐ തിങ്ക്, എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ അത് ഉള്ളിലോട്ട് പോയി. എന്തായാലും അതൊരു കിടിലം ഗോളായിരുന്നു ഫ്രംപോങ്ങിൻ്റെ വക. അങ്ങനെ 2-1 സ്കോറിന് മുന്നിലെത്തി. പിന്നെ ഒരു അലിസൺ ബക്കറിൻ്റെ ഒരു കിടിലൻ സേവ് ഉണ്ടായിരുന്നു കേട്ടോ. അലിസൺ ബക്കറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹെൻഡേഴ്സൺ, അതായത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോൾ കീപ്പർ ഹെൻഡേഴ്സൺ, അദ്ദേഹത്തെയും ഒന്ന് എടുത്ത് പറയണം. ഒരു ആരുടെ സലേൻ്റെ അതോ എക്കിതിക്കേൻ്റെ ആരോ ഒരാളെ ഷോട്ട് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊട്ട് 1-on-1 ഒരു കിഡിലൻ ഷോട്ട്. അത് ഹെൻഡേഴ്സൺ സേവ് ചെയ്ത് കളഞ്ഞു. അവർക്ക് 3-1 സ്കോറാക്കി മാറ്റാനുള്ളതായിരുന്നു ലിവർപൂളിന്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 2-1 സ്കോറിന് അങ്ങനെ അവസാനിച്ചു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത്
ലിവർപൂളും ക്രിസ്റ്റൽ പാലസും ഒരു എന്താ പറയുക ബാലൻസ്ഡ് അറ്റാക്ക് ആയിട്ട് രണ്ടുപേരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോട്ടിൻ്റെ ലിവർപൂളിന് തന്നെയായിരുന്നു കേട്ടോ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. 59% ബോൾ പൊസഷനൊക്കെ ലിവർപൂളിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ ബിഗ് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ഇവരാണ്, ക്രിസ്റ്റൽ പാലസാണ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ മറ്റേ ഇതിൻ്റെ അസിസ്റ്റിൽ നിന്നും സാറ് ഗോൾ സ്കോർ ചെയ്തു. ഒരു കിഡിലം ഗോളായിരുന്നു. ഓക്കെ, ഒരു 70 അടുത്തുള്ള ഒരു മിനിറ്റിൻ്റെ അടുത്താണ് സാർ ഒരു കിഡിലം ഗോൾ സ്കോർ ചെയ്തു. ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ആ ഒരു റൈറ്റ് ഭാഗത്ത് നിന്ന് പോസ്റ്റിൻ്റെ ആ ഒരു സൈഡ് ബാറിയുമ്പോൾ തട്ടി അത് നേരെ ഉള്ളിലേക്ക് പോയി. അങ്ങനെ 2-2 എന്നുള്ളൊരു സ്കോറിന് ഈക്വലൈസ് ചെയ്തു ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്നത്. അങ്ങനെ 90 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നേരെ പെനാൽറ്റീസിലോട്ട് പോയി. അവിടെയാണ് ഡ്രമാറ്റിക്കലായിട്ട് കുറേ കാര്യങ്ങൾ നടന്നത്. ലിവർപൂളിനായിരുന്നു ഫസ്റ്റ് ഷോട്ട്. അവരുടെ ഫസ്റ്റ് പെനാൽറ്റി ടേക്കറായിട്ടുള്ള മുഹമ്മദ് സല നേരെ വന്നു. അദ്ദേഹം ആ ഒരു പ്രിപ്പയർ ചെയ്തു, അടിച്ചു, പറത്തി വിട്ടു ബാറിൻ്റെ മുകളിൽ കൂടെ. അതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി മുഹമ്മദ് സാലിൻ്റെ ആ ഒരു ഷോട്ട്. പക്ഷേ ലിവർപൂൾ ടീം അദ്ദേഹത്തെ എന്താ പറയുക ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഷോട്ട് ആയതുകൊണ്ട് തന്നെ പിന്നെ ലിവർപൂളിൻ്റെ തന്നെ കോൺഫിഡൻസ് പോയി. അത് കഴിഞ്ഞിട്ടുള്ള പെനാൽറ്റി ഷൂട്ടൗട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ക്രിസ്റ്റൽ പാലസിൻ്റെ പെനാൽറ്റി വന്നു. അത് അവർ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ രണ്ടാമത് മെക്കാലിസ്റ്ററാണ് വന്നിട്ടുള്ളത്, അവരുടെ നമ്പർ 10 ലിവർപൂളിൻ്റെ. അദ്ദേഹത്തിൻ്റെ ബോള് ഹെൻഡേഴ്സൺ, ക്രിസ്റ്റൽ പാലസിൻ്റെ ഗോൾ കീപ്പർ ഹെൻഡേഴ്സൺ സേവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അദ്ദേഹം ഈ ഹെൻഡേഴ്സൺ എന്ന് പറഞ്ഞത് കഴിഞ്ഞ FA കപ്പിൻ്റെ ഫൈനലിലും ഇതുപോലെയായിരുന്നു. ഒരു ബിഗ് ഗെയിം പ്ലെയർ ആണെന്ന് തോന്നുന്നു. FA കപ്പിൻ്റെ ഫൈനലിൽ ഇതുപോലെയായിരുന്നു ഒരു പെനാൽറ്റി. അത് പക്ഷേ അത് കളിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന പെനാൽറ്റി ആയിരുന്നു. മർമോഷിൻ്റെ, നമുക്ക് ഓർമ്മയുണ്ട്, മറ്റേ സിറ്റിയുടെ പെപ് ഗാർഡിയോളയുടെ മർമോഷിൻ്റെ ഒരു പെനാൽറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഹെൻഡേഴ്സൺ സേവ് ചെയ്ത് അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് അന്ന് വിജയിച്ചേക്കായിരുന്നു. എന്തായാലും രണ്ടാമത്തെ പെനാൽറ്റി മെക്കാലിസ്റ്ററിൻ്റെ, അതും സേവ് ചെയ്ത് കളഞ്ഞു. പിന്നെ ക്രിസ്റ്റൽ പാലസ് ഗോൾ സ്കോർ ചെയ്തു. അത് ആലീസൺ ക്രിസ്റ്റൽ പാലസിന് അടുത്ത പെനാൽറ്റി കിട്ടി. അടുത്ത പെനാൽറ്റി വന്നു. അത് ആലീസൺ എങ്ങനെയൊക്കെയോ സേവ് ചെയ്തു. സൈഡ് ബാറിയുമ്പോൾ തട്ടിയത് ഗോളായില്ല. ഓക്കെ, അങ്ങനെ 1-0 എന്നുള്ളൊരു സ്കോർ തന്നെ ആയി. പിന്നെ മൂന്നാമത്തെ ഇത് വന്നു, ഗോബ്ക, അതായത് ലിവർപൂളിൻ്റെ ഗോബ്ക ഒരു ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെയാണ് ലിവർപൂൾ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോഴാണ് അവർക്കൊരു കോൺഫിഡൻസ് കയറിയത്. ഓക്കെ, അത് പിന്നെ രണ്ടാമത്തെ അടിച്ച സമയത്ത് മൂന്നാമത്തെ പെനാൽറ്റി ക്രിസ്റ്റൽ പാലസിൻ്റെ, അത് ബാറിയുമ്പോൾ തട്ടി പുറത്ത് പോയി. ഓക്കെ, അത് ഗോൾ സ്കോർ ആയില്ല. അങ്ങനെ 1-1 ഉള്ള സ്കോറായിട്ട് മാറി. പിന്നെ അത് കഴിഞ്ഞ് ലിവർപൂളിൻ്റെ വന്നു, ഹെൻഡേഴ്സൺ സേവ് ചെയ്തു. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഹെൻഡേഴ്സൺ സേവ് ചെയ്തൊക്കെ തന്നെയാണോ നാലാമത്തെ പെനാൽറ്റി ഗോൾ സ്കോർ ചെയ്തേക്കുക. അത് കഴിഞ്ഞ് ക്രിസ്റ്റൽ പാലസ് വന്നു, അവരും ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 2-2 എന്നുള്ളൊരു സ്കോറായിട്ട് മാറി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു ഹെൻഡേഴ്സൺ സേവ് ചെയ്ത് കളഞ്ഞത്. കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ലാസ്റ്റ് ക്രിസ്റ്റൽ പാലസ് ആ ഒരു ഗോൾ സ്കോർ ചെയ്തു. അവർ കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് ആയിട്ടുണ്ട്. അങ്ങനെ 3-2 എന്നുള്ളൊരു സ്കോറിനാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് അവസാനിച്ചത്. എനിക്ക് പെനാൽറ്റി ഷൂട്ടൗട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് കാണാൻ പറ്റില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അതുവരെ മാച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ ലിവർപൂൾ പരാജയപ്പെട്ടു. അവർ കമ്മ്യൂണിറ്റി ഷീൽഡ് അവരുടെ തുടക്കം തന്നെ പോയ പോലെയാണ്. പക്ഷേ സ്ലോട്ടിൻ്റെ ലിവർപൂൾ ഒരിക്കലും ഞാൻ പറയല്ലോ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഒരു അത്യാവശ്യം ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ ഒരു നോക്കൗട്ടിൽ വേണ്ട പെർഫോമൻസ് അല്ല പുറത്തെടുത്തിട്ടുള്ളത്. ഓക്കെ, ലിവർപൂളിനെ പോലെ ഇത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള, ഇത്രയും അറ്റാക്കേഴ്സിൻ്റെ ഒരു കൂട്ടമുള്ള ഒരു ടീമാണ്. അത്യാവശ്യം നല്ലൊരു ഡിഫൻസും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പുതിയ ട്രാൻസ്ഫേഴ്സ് എല്ലാവരും നല്ല ഫോമിലാണ് കളിച്ചിട്ടുള്ളത്. അവരെല്ലാവരും ഫ്ലോറിയാൻ വിഡ്സ് ആയാലും കർക്കസ് ആയാലും ഫ്രംപോങ് ആയാലും ഹ്യൂഗോ എക്കിത്തിക്ക് ആയാലും ഇവർ 4 പേരും നല്ല ഫോമിൽ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഉള്ളവന്മാരാണ്. സാല ഒരു മോശം പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പിന്നെ അതുപോലെ തന്നെ വെർജിൽ വാൻ ഡൈക്ക് ഒരു മോശം പെർഫോമൻസ് ആണ്. ഒരു 4-2-1-3 എന്നുള്ള ഫോമിലാണ് കളിച്ചത്. അതായത് അല്ലെങ്കിൽ 4-2-3-1 എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ആ ഒരു ഫ്ലോറിയാൻ വിഡ്ജിന് ഒരു പ്ലേ മേക്കർ റോളിലും ലെഫ്റ്റ് ബാക്കിൽ വിടും, റൈറ്റ് ബാക്കിൽ മുഹമ്മദ് സലയും പിന്നെ സ്ട്രൈക്കർ എക്കിത്തിക്കായിട്ട് അങ്ങനെയൊക്കെയാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി ലിവർപൂൾ പ്രീമിയർ ലീഗിൽ സ്ലോട്ട് അത് മറികടന്ന് മുന്നോട്ട് വരുമെന്ന് വിചാരിക്കുന്നു. ഗോൾ സ്കോർ ചെയ്യുന്നതിൽ വിഷയമല്ല, പക്ഷേ ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്നതിലാണ് ലിവർപൂളിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. അവന്മാർ അവിടെയാണ് ഒന്ന് എന്താ പറയുക ട്രിഗറായി പോകുന്നത്. അതായത് വിറച്ചു പോകുന്നത് അവിടെയാണ്. പലപ്പോഴും ഡിഫൻസ് സ്പ്ലിറ്റായി പോവുകയാണ്. അത് വെർജിൽ വാൻ ഡൈക്കും ആ ഒരു മറ്റേ സെൻറ്റർ ബാക്കും കൂടി നോക്കിയേ പറ്റൂ. സോ നമുക്ക് നോക്കാം. എന്തായാലും ഇനി പ്രീമിയർ ലീഗ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. എന്തായാലും കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സ് അത് ക്രിസ്റ്റൽ പാലസ് ആയിട്ടുണ്ട്. FA കപ്പിന് ശേഷം കമ്മ്യൂണിറ്റി ഷീൽഡ് വിന്നേഴ്സും ക്രിസ്റ്റൽ പാലസ് ആയിട്ടുണ്ട്. അവർക്ക് കാലങ്ങൾക്ക് ശേഷമാണ് FA കപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും കോൺസിക്യൂട്ടീവായിട്ട് ഒന്നും കൂടി കിട്ടിയിട്ടുണ്ട്. FA കപ്പ് അല്ല, കമ്മ്യൂണിറ്റി ഷീൽഡ്. സോ നമുക്ക് നോക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്.